വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജസ്റ്റ് ബോക്സ് 9.2. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ അവിടെ റൗണ്ടിലാണ്. അപ്പോൾ നമ്മളിവിടെ റൗണ്ടിൽ എത്തിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മൾ റൗണ്ടിൽ ഒരു കാഴ്ചകൾ കണ്ട് നടക്കുകയാണ്. ഫ്രണ്ട്സ്, നമ്മളിവിടെ റൗണ്ടിൻ്റെ അടുത്തുള്ള ജനറൽ ആശുപത്രിയുടെ മുൻപിൽ ഓപ്പോസിറ്റ് സ്ഥലത്താണ്. അപ്പോൾ അച്ഛന് ഇവിടെ ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ അച്ഛൻ്റെ കൂടെ ഞങ്ങൾ വന്നതാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ അച്ഛൻ്റെ അടുത്തെത്തും. പിന്നെ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ റൗണ്ടിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ പൂരപ്പറമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ അത്ര തിരക്കൊന്നുമില്ല. ഇപ്പോൾ രാവിലെ ആയിട്ടുള്ള സമയം. ഇവിടെ എല്ലാവരും ഇവിടെ ഇപ്പോൾ കച്ചവടം തോന്നാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ്, നമ്മളിവിടെ ഒരു കടയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. ചേട്ടാ, കച്ചവടമൊക്കെ തുടങ്ങിയോ? ഫ്രണ്ട്സ്, ഇപ്പോൾ ഇവിടെ കച്ചവടമൊക്കെ അത്യാവശ്യം നന്നായി വരാൻ പോകുകയാണ്. ഫ്രണ്ട്സ്, ഇതാണ് വേറെ ചേട്ടൻ. ആള് ഇവിടെ കാബേജ് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഫ്രണ്ട്സ്, അപ്പുറത്തും കുറേ കടകളൊക്കെ ഉണ്ട്. ചാറപ്പറ ഐസ്ക്രീം വണ്ടികൾ വന്ന് കിടക്കുന്നുണ്ട്. ഇവിടെ ഭയങ്കര മാസ്മരികയായിട്ട് കുറേ പേര് കുലുക്കിയടിക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് ചെല്ലാം. ഇവിടെ ഭയങ്കരമായിട്ട് ചേട്ടൻ കുലുക്കിയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ്, ഇപ്പോൾ വിഷുക്ക് കഴിഞ്ഞാലും ഇവിടെ കണിക്കൊന്നയൊക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ വിഷുവിന് മുമ്പ് നന്നായി ഏറ്റവും തൊട്ട് മോള് വരെ ഫുള്ള് കണിക്കൊന്നയായിരുന്നു ഫ്രണ്ട്സ്. പക്ഷേ ഇപ്പോൾ അതൊന്നും കാണാനില്ല. അത് വിഷു ആയിപ്പിക്കുക അതൊക്കെ പോയി. ഇവിടെ മാത്രം നല്ല ഇതായിട്ടുണ്ട്. ആന വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവിടേക്ക് അങ്ങോട്ട് എത്താൻ പറ്റിയില്ല ആന വരുമ്പോഴേക്കും. സാധനങ്ങളൊക്കെ പോയി. നമ്മളിപ്പോൾ അതേ പൂരപ്പറമ്പ് കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എക്സിബിഷൻ കാണാൻ കയറും. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ കുറേ കടകൾ ഇവിടെ ഉണ്ട്. പിന്നെ ബാക്കിലൊക്കെ കുറേ കടകൾ കാണുന്നുണ്ട്. ഇവിടെ എക്സിബിഷൻ്റെ ഫ്രണ്ടിൽ ഇതൊക്കെ ഉണ്ട്, ഊഞ്ഞാലൊക്കെ. നമ്മളൊരു എക്സിബിഷന്റെ എൻട്രി ഒക്കെ കാണുന്നുണ്ട്. ഇനി അത് കയറാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ചെല്ലാം. ഫ്രണ്ട്സ്, ഇവിടെ കുറെ ബെഡ്ഷീറ്റ് കടകളുണ്ട്. നിങ്ങൾ തൃശ്ശൂർ പൂരത്തിന് വന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ കുറേ ഇതിരിക്കുന്നുണ്ട്, കമ്മലും കുട്ടികളുടെ കളിപ്പാട്ടങ്ങളൊക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് ഇവിടെ സോഫയുടെ ഒക്കെ സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഫ്രണ്ട്സ്, ഇവിടെ കുറേ കടകളൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ വില? സ്റ്റാർട്ടിംഗ് 550. ഇവിടെ തുടങ്ങുന്നത് 50 രൂപയ്ക്കാണ് എല്ലാം. ഫ്രണ്ട്സ്, ഇവിടെ കുറേ മിഠായി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ പാൻസിനൊക്കെ 350 ആണ്. ഇവിടെ ബാർഗെയിൻ ചെയ്താലൊന്നും അവർ തരില്ല. ഇങ്ങനത്തെ പാൻറ്റുകളാണ് വരുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല ക്വാളിറ്റി എന്ന് പറയാം. ജീൻസിനൊക്കെ 650 ആണ്. മറ്റേ ലേഡീസിൻ്റെ ഒക്കെ ഡ്രസ്സിൻ്റെ ഇത് വരുന്നുണ്ട്. ഫ്രണ്ട്സ്, കുറേ കൂളിംഗ് ഗ്ലാസ് കാണുന്നുണ്ട്. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ എല്ലാത്തിനും പ്രൈസ് ഫിക്സഡ് തന്നെയാണ്. ഈ ചേട്ടൻ നമ്മുടെ വീഡിയോ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ. ഫ്രണ്ട്സ്, ബീഹാറിൽ നിന്നാണ് അവർ. ഇവിടെ ഹാൻഡ് മെയ്ഡ് മെറ്റീരിയൽസ് ഒക്കെ കുറേ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഫ്രണ്ട്സ്, ഒക്കെ സാരീസ് എന്നാണ് അയാൾ പറയുന്നത്.
ഫ്രണ്ട്സ് ഇവിടെ ഒരു ചേട്ടൻ്റെ ഇവിടെ കുറെ കഴിക്കുന്ന സാധനങ്ങളൊക്കെ കച്ചവടം ചെയ്യാണ്. ഫ്രണ്ട്സ് ഇവിടെ കുറെ ചിപ്സും സാധനങ്ങളൊക്കെ ഉണ്ട്. ചേട്ടൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സ് വലിയ വലിയ പാനിപൂരി ഇതൊക്കെ ഉണ്ട്. ഫ്രണ്ട്സ് ഇവിടെ 30, 40, 50 കുറെ സാധനങ്ങളുണ്ടെന്നാണ് ഇവർ പറയുന്നത്. അഥവാ ചണവിത്ത്. ഇത് മണ്ണിന്റെ മണമുള്ള കർഷകൻ ഇറക്കിയതാണ്. ഡയറക്റ്റ് ഇറക്കണ വിത്താണ്. ഇത് എന്തിനാ കഴിക്കണത്? എന്തിനാ? ലിവർ ഫാക്ടർ തടയാൻ, കൊളസ്ട്രോൾ തടയാൻ, പ്രഷർ തടയാൻ, സൈലന്റ് അറ്റാക്കിനെ തടയാൻ. കൊറോണ വാക്സിൻ അടിച്ച ആളുകൾ ഇത് ഇവിടുന്ന് കഴിക്കൽ നിർബന്ധമാണ്. ഒന്നെങ്കിൽ ഇവിടെ മനസ്സിലായി. ബ്ലോക്ക് എന്ന് പറഞ്ഞ സാധനത്തിന് തടയാൻ വേണ്ടി. ആരോഗ്യം അല്ലെങ്കിൽ പണം ഉണ്ടല്ലോ, അത് വേറെ എന്താണ്? വെള്ള പേപ്പറാണ്. ഓക്കെ ഓക്കെ. മുണ്ടൊക്കെ കിട്ടുന്ന കടകളുണ്ട്. ഫ്രണ്ട്സ് ഒരാളൊരു ഹലോ പറഞ്ഞിട്ടുണ്ട്. മുണ്ടുകളൊക്കെ കിട്ടുന്ന കടയുണ്ട്. മുണ്ടുകൾക്കൊക്കെ എന്താ വില? മുണ്ട് പാലക്കാട് പനിച്ചൊന്ന് കയറുമ്പോൾ ചൂടായിരിക്കും. ഒരു 2 ഗ്ലാസ് ചൂടുവെള്ളത്തിലേക്ക് ഇതേപോലത്തെ ഒരു കട്ടൻ്റെ ചൂടാക്കി അഡീഷണൽ ആയിട്ട് ചായപ്പൊടി പഞ്ചസാര നേടുന്നത്. പനവെള്ളത്തിൽ കാണുന്ന 12 ചേരുവകൾ ചേർത്ത് ഫ്രിഡ്ജിൽ വെക്കാൻ തന്നെ 2 വർഷത്തോളം എടുക്കും. റേറ്റ് വരുന്നത് 300 ഗ്രാമിന്റെ പൗച്ച് വരുന്നത് 150 രൂപ. 1/2 കിലോന്റെ ബോക്സ് വരുന്നത് 250. പക്ഷെ ബോക്സ് എടുക്കുമ്പോൾ പൂരം ഓഫർ ആയതുകൊണ്ട് 200 തന്നെ. ഒരു വീട്ടിക്ക് ആവശ്യമുള്ള സാധനം ആഡംബര വസ്തു, അലങ്കാര വസ്തു ഫ്രിഡ്ജിൽ വെക്കാൻ തന്നെ 2 വർഷത്തോളം. ഒരു ഡോക്ടർക്ക് കൊടുക്കുന്ന മഴക്കാലം വരുന്ന മറക്കണ്ട ഒരു ബോക്സ് മേടിച്ചു. ഫ്രണ്ട്സ് നമ്മളെ ഏതാണ്ട് എൻ്റെ എത്തിയിരിക്കുന്നു. നമുക്ക് പയ്യെ ഇറങ്ങാം. ഫ്രണ്ട്സ് ഈ ചേട്ടനാണ് ഇവിടെ ബുക്കൊക്കെ കച്ചവടം ചെയ്യുന്നത്. നമ്മളിവിടെ ഒരു ഗ്ലാസിൻ്റെ കടയിൽ വന്നിട്ടുണ്ട്. ഇവിടെ കുറേ ടൈപ്പ് ഓഫ് ഗ്ലാസ്സുകളുണ്ട്. ഫ്രണ്ട്സ് ഈ ചേട്ടനാണ് ഇതിൻ്റെ ഓണർ. ഗ്ലാസ് എല്ലാം ഭയങ്കര വില കുറവാണ്. പുറത്ത് കിട്ടുന്നതിനെക്കാട്ടും വില. ഫ്രണ്ട്സ് കുറേ ഗ്ലാസ്സുകളുണ്ട്. ഫ്രണ്ട്സ് ഇവിടെ കുറേ ഗ്ലാസ്സുകൾ വെച്ചിട്ടുണ്ട്. കുറേ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊന്നും മാത്രമല്ല, ഇനിയും മുകളിൽ ഇവർക്ക് കുറേ ഉണ്ട് ഇഷ്ടം പോലെ. വെറൈറ്റി ഓഫ് കളക്ഷൻസ് ആണ് ഇവിടേക്കുള്ളത്. ഫ്രണ്ട്സ് ഇതാണ് ഇവരുടെ ബോർഡ്. ഇവരുടെ കടയിലൊക്കെ നിങ്ങൾ ഇനിയും പൂരം കണ്ടതെന്ന് വെച്ചാൽ ഇവിടെ വന്ന് കപ്പുകളൊക്കെ വാങ്ങിക്കുക. ഇവിടെ ഉണ്ടാവുമെന്ന് അറിയില്ല. ഞങ്ങൾ കപ്പുകളൊക്കെ വാങ്ങിക്കുക. ഫ്രണ്ട്സ് ഈ വീഡിയോ ഒന്നും ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എടുത്തപ്പോൾ ഭയങ്കര ലോങ് വീഡിയോ ആയിപ്പോയി. അപ്പോൾ ഇനി സെക്കൻഡ് പാർട്ട് കൂടി വരുന്നതായിരിക്കും. അപ്പോൾ അത് കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇത്ര നാളെ തന്ന സപ്പോർട്ട് കുറച്ചും കൂടി ഇതാക്കി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ എലോ ചെയ്തിട്ട്. ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ജോസ് വ്ലോഗ്സ് 9.2 സൈനിങ് ഔട്ട്.